ആപ്ലിക്കേഷനാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കാം. ഓട്ടോ ഇലക്ട്രീഷ്യൻ ഓൺ കോൺട്രാക്ട് ബേസിസിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓട്ടോ ഇലക്ട്രീഷ്യൻ ഓൺ കോൺട്രാക്ട് ബേസിസ്. നിങ്ങൾ SLC അതുപോലെ തന്നെ ITI പഠിച്ചിരിക്കണമെന്ന് പറയുന്നത്. സോ IT എടുത്തിരിക്കുന്ന ട്രേഡ് ഇവിടെ പറയുന്നുണ്ട്. മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആയിരിക്കണം, അല്ലെങ്കിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ആയിരിക്കണമെന്നും പറയുന്നുണ്ട്. സോ ഇതാണ് ക്വാളിഫിക്കേഷൻസ്. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്ന് മെയിൻലി ഇവിടെ പറയുന്നുണ്ട്. സോ അതിവിടെ പറയുന്നുണ്ട് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ based on service centers like Maruti, Renault, Hyundai, Voltas, Escort, Tata, Bharat, Benz, etc. or equivalent experience in armed forces. So പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും കമ്പനികളിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. സോ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 30 ജൂൺ ആണെങ്കിൽ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 22 ജൂലൈ 2026 ആണെന്ന് വെച്ചിരിക്കുക. ഇനി നമുക്ക് വേക്കൻസി വന്നിരിക്കുന്നത് നോക്കാം. ജനറൽ ഒരു വേക്കൻസി, OBC ഒരു വേക്കൻസി, അങ്ങനെ ടോട്ടൽ 2 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി ഞാൻ പറഞ്ഞ കോൺട്രാക്ട് ബേസിസിലാണെന്ന് കുറിച്ച് മിനിമം 5 വർഷത്തേക്കാണ് കോൺട്രാക്ട് ബേസിസിൽ. നിങ്ങളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് അത് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നു ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റെമുനറേഷൻ കിട്ടുന്നത് നിങ്ങൾക്ക് സാലറി എന്ന് പറയുന്നത് പെർ മന്ത്ലി ആയിരിക്കും. സോ അത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ കിട്ടുന്നത് 23,300 ആണെന്ന് ഓർത്തിരിക്കുക. നിങ്ങളുടെ പെർഫോമൻസിനെ നിങ്ങളിപ്പം എക്സ്ട്രാ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യുന്ന ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അപ്പർ ഏജ് ലിമിറ്റ് നോക്കാം. അപ്പർ ഏജ് ലിമിറ്റ് മെയിൻലി പറയുന്നത്. സോ 45 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഓർത്തിരിക്കുക. മെത്തേഡ് ഓഫ് സെലക്ഷൻ ഇവിടെ പറയുന്നുണ്ട്. പ്രാക്ടിക്കൽ ടെസ്റ്റ് ബേസിസിൽ ചെയ്തിട്ടായിരിക്കും 100 മാർക്കിൻ്റെ പ്രാക്ടിക്കൽ ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്ന ഓർത്തിരിക്കുക. സോ അതാണ് മെയിൻലി ഇതിനകത്തുനിന്ന് പറയുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഫീസ് നോക്കാം. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 300 രൂപയാണെന്ന് ഓർത്തിരിക്കുക. 300 ആണ്, നോൺ റീഫണ്ടബിൾ ആണ്. ഓൺലൈൻ ത്രൂ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. DD ചെല്ലാൻ അതൊന്നും അപ്ലിക്കബിൾ അല്ലെന്ന് പറയുന്നുണ്ട്. ഇനി SC ST അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റിനും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല, അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. www.kochishipyard.in എന്ന് പറയുന്ന വെബ്സൈറ്റ് എടുക്കുക. അത് കരിയർ പേജ് എടുത്ത് CSL കൊച്ചിയിൽ ഈ പോർട്ടൽ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്ത് വേണം അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. സോ അപ്ലൈ ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. സോ അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഇമെയിൽ ID എല്ലാം കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം അവർ പാസ് ചെയ്യുന്നത് അപ്ഡേറ്റ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ വെബ്സൈറ്റ് റീചെക്ക് ചെയ്യണമെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യാം. താങ്ക് യു.